സാന്ദ്രാനന്ദാവബോധാത്മകമരുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹം തപാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് നാരായണീയത്തിൽ 22ാമത്തെ ദശകം അജാമിള ഉപാഖ്യാനമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അപ്പം അതിൽ ഈ കഥയ്ക്ക് പുറമേ നമ്മളൊരു കാര്യം പറഞ്ഞത്, കർമ്മം എന്ന് പറയുന്നത് മാത്രം കൊണ്ട് ഒരു പാപവും ഇല്ലാതാക്കാൻ കഴിയില്ല. കർമ്മപ്രായശ്ചിത്തം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രഹസനാണ്. യഥാർത്ഥ പ്രായശ്ചിത്തം മനഃശുദ്ധി വരിക എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അത് ഈശ്വര കഥകൾ കേൾക്കുന്നത് കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന അവതാരികയോട് കൂടിയിട്ടാണ് അജാമിളോപാഖ്യാനം പറയണത്. അപ്പം ഇന്നലെ പറഞ്ഞു, ധർമ്മപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായ അജാമിളൻ സ്വപത്നി ഉണ്ടായിരുന്നു. ആ പത്നിയെ വിട്ട് മറ്റൊരു സ്ത്രീയിൽ ആകൃഷ്ടനായി സ്വധർമ്മം മുഴുവൻ ഉപേക്ഷിച്ച് 8 പുത്രന്മാർ ഈ സ്ത്രീയിലുണ്ടായി. തൻ്റെ ആ പഴയ പത്നി ഇവ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോഴും അജാമിളന് പശ്ചാത്താപമോ കുറ്റബോധമോ ഉണ്ടായില്ല. ഒടുവിലത്തെ പുത്രന് നാരായണൻ എന്ന പേര്. അധർമ്മകാരി ദശമീഭവൻ, അധർമ്മ രീതിയിൽ ജീവിച്ചിട്ട് വൃദ്ധനായി. ദശമി വൃദ്ധൻ. ദദോ ഭവന്നാമയുധേ സുതേരതിം, ഭഗവാനെ അങ്ങയുടെ പേരാണ് ഇട്ടത് ഒടുവിലത്തെ പുത്രന് നാരായണൻ. ഞാൻ രംഗത്തെ വർണ്ണിക്കുന്ന അടുത്ത ശ്ലോകം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാത്രീനഭിലക്ഷയൻ ബിയാ പുരാമനാ ത്വപ്രതിവാസനാ ബലാത് യുഗാവനാരായണ നാമകം സുതം. സമൃത്യുകാലേ, മരണടുത്തു. ഏതൊരാൾക്കുണ്ടല്ലോ ആ ഒരു സംഗതി. യമരാജകിങ്കരാൻ ഭയങ്കരാൻ, ആ സമയത്ത് ചെയ്ത തെറ്റുകൾക്കൊക്കെ പകരം ചോദിക്കാൻ യമരാജകിങ്കരന്മാർ അവിടെ എത്തി. ഭയങ്കരാൻ സ്ത്രീൻ, 3 ആൾക്കാരാണ്. അവരെയൊക്കെ പറയും അതിഭീഷണന്മാരാവും, ആ കടുഭാഷണന്മാരാവും. ഏത് ഭാഷയെ നിശ്ചയില്ല കേട്ടോ, സംസ്കൃതമോ മലയാളമോ ഏത് ഭാഷയിലാണ് അവർ പറയാമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കടുത്ത ഭാഷയായിരിക്കും എന്ന് ഉറപ്പായിട്ട് പറയണു. മൃദുത്വമൊന്നും അവരുടെ ഭാഷയിൽ ഉണ്ടാവില്ല. ഭയങ്കരാൻ സ്ത്രീൻ, 3 യമകിങ്കരന്മാർ. നടക്കവിടെ, ശരീരത്തിലത്തെ അവധി കഴിഞ്ഞും കൂടി പോന്നോ, ഒരു നിമിഷം പോലും വ്യത്യാസമില്ല എന്നാണ്. പോലീസുകാരും കൂടി ഭക്ഷണം കഴിക്കാൻ അവസരം കൊടുക്കും, യമന അതും കൂടിയും കൊടുക്കില്ല എന്നാണ്. ഉരുട്ടിയ ഉരുള ഭക്ഷിക്കാൻ പറ്റാതെ പിടിച്ചാണ് കൊണ്ടുപോവാണ്. അതോടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇല്ലേ. എന്തൊക്കെ സമ്പാദിച്ചു, എന്തൊക്കെ നേടിപ്പിടിച്ചു, എന്തൊക്കെ നേടി, എല്ലാം ഒറ്റ നിമിഷത്തിൽ അവിടെ ഇട്ട് പോകേണ്ട അവസ്ഥ. യമരാജകിങ്കരാൻ ഭയങ്കരാൻ സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്തു പ്രതിവാസനാബലാൻ യുഗാവ നാരായണനാമകം സുതം. തൻ്റെ ഒടുവിലത്തെ പുത്രനായിട്ടുള്ള നാരായണനെ ഒന്നാണ്ട് വിളിച്ച് പോവുക ആണ്. അത് നാമമാണെന്നോ ഈശ്വരനാമാണോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പുത്ര എന്ന പേരിൽ നാരായണ എന്ന നാമം വിളിച്ചു. അതെന്താണ് ആ ഒരു സമയത്ത് വിളിക്കാൻ തോന്നിയത്? പൂർവജന്മകർമ്മത്തിൻ്റെ പുണ്യം കൊണ്ടാണ്. അതാണ് പറയണത്. ഈ ജന്മത്തെ കർമ്മം മാത്രമല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്, പോയ ജന്മത്തെ കർമ്മവും ഉണ്ട്, സംശയമൊന്നുമില്ല. അതാണ് തെറ്റ് ചെയ്യാത്തവർക്കൊക്കെ ചിലപ്പോൾ കുഴപ്പമുണ്ടാവണത്. തോന്നിയതൊക്കെ കാണിച്ച് നടക്കുന്നവർക്ക് പുരോഗതി ഉണ്ടായി എന്ന് പറഞ്ഞാൽ പൂർവജന്മത്തിലത്തെ എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടാവും. ഇപ്പം പുരാമനാ ത്വസ്മൃതിവാസനാബലാത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പൂർവജന്മത്തിൽ ചെയ്ത ഭഗവത് സ്മരണ കൊണ്ട് എന്തൊക്കെയോ കഴിഞ്ഞ ജന്മ ഈശ്വര സ്മരണയ്ക്കുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്.
അപ്പം അതുകൊണ്ടാണ് ഈ ഭാഗവതം കേൾക്കണം, മനസ്സിലാക്കണം, പറയണം, നാരായണീയ ഇതൊക്കെ നമുക്ക് തോന്നണത് എന്തുകൊണ്ടാണ്? ചിലർക്ക് തോന്നണമില്ല. ഉണ്ടോ? ഇതൊക്കെ ഇപ്പം എന്താ ഒരു ഭ്രാന്ത് അങ്ങനെ വിചാരിക്കണവരില്ലേ? എന്നാൽ ഇത് വളരെയധികം ജീവന് ആവശ്യമാണെന്ന് വിചാരിക്കണം നമ്മളും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നാൻ? ഈ ജന്മത്തിൽ നമ്മളൊക്കെ ഒരേപോലെയൊക്കെ തന്നെയാണ് ഏകദേശമൊക്കെ, ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തെ വാസനയാണ് ഈ ജന്മത്തെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത്. ജീവികൾക്കടക്കമുണ്ട്. അപ്പോൾ സാത്വിക ബുദ്ധിയുള്ള ആനകളുണ്ട് അല്ലേ, ആരും ഉപദ്രവിക്കില്ല. ചിലതോ പാപ്പാനെ കുത്തി കൊന്നിട്ടും പരസ്പരം ആനകൾ കുത്തുകൂടിയിട്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും കാണുന്നില്ലേ? മതിളകിയിട്ടൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ഉണ്ടായ ഒരു സ്വഭാവ വ്യത്യാസങ്ങളുണ്ട്. ചില ആന ശാന്തന്മാരാവും. അപ്പോൾ ജീവികളിലടക്കം ഇതുണ്ടാവാനുള്ള കാരണം എന്താണ്? പൂർവജന്മകർമ്മം. അതാണ്. എന്തായാലും നാരായണ നാമം ജപിച്ചതിൻ്റെ ഒരു ഫലം അവിടെ ഉണ്ടായി. മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും ഇല്ലേ, ചെവി കൊണ്ടിത് കേൾക്കതാൻ ചെയ്യലും, പരിഹസിച്ചിട്ടായാലും മറ്റൊരുത്തർക്ക് വേണ്ടി എന്നാകിലും ആ നാമം ജപിച്ചാൽ അതിൻ്റെ ഫലം ഉണ്ടെന്നാണ്. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാൻ പുരോഭിപേതുർദവദീയ പാർഷദ ചതുർഭുജ പീതപടാ മനോരമാ. ഇത് ഭഗവാനെ വിളിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, ദുരാശയ. ദുരാശയൊന്നും അവിടെ ഇല്ല, മകനെ വിളിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഇവൻ പൊതുവേ ദുർബുദ്ധിയാണ്. അതുകൊണ്ടാണല്ലോ മറ്റു പത്രിയെ സ്വീകരിച്ചത്. ഇപ്പം ദുരാശയസ്യാപി, നല്ല കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, ദുരാശയനാണ്, ദുരാത്മാവാണ്. എങ്കിലും തദാസ്യ നിർഗത, അവൻ്റെ വായിൽ നിന്നും മുഖത്ത് നിന്നും പുറത്തേക്ക് വന്ന ഭഗവാനെ അങ്ങയുടെ നാമം, ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാൻ, ഭഗവാന്റെ നാമ അക്ഷരം എന്നവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. നാമം എന്ന നിലയ്ക്ക് ജപിച്ചിട്ടില്ല, പക്ഷേ അക്ഷരങ്ങൾ മാറിയിട്ടില്ലല്ലോ. ഈശ്വരൻ്റെ നാമം നാരായണൻ എന്ന അക്ഷരത്തിൻ്റെ പ്രയോജനം കൊണ്ട്, ഗുണം കൊണ്ട്, വൈഭവം കൊണ്ട്, ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാട്ട്. ഒരു നാമം നമ്മൾ ഉച്ചരിച്ചാൽ ആ നാമത്തിൻ്റെ പ്രഭാവം അന്തരീക്ഷത്തിലുണ്ടാവുന്നതാണ്. അപ്പോൾ സഹസ്രനാമം ജപിച്ചാൽ അത്രയും പ്രഭാവം ഉണ്ടാവണ്ടേ? അതുകൊണ്ടാണ് സഹസ്രനാമത്തിന് ഇത്ര മെച്ചം കിട്ടാൻ കാരണം 1000 നാമങ്ങളാണ്. ഒരു നാമം അന്തരീക്ഷത്തിൽ മുഴങ്ങിയാൽ അതിൻ്റെ പ്രഭാവം ആ അന്തരീക്ഷത്തിലുണ്ടാവുന്നതാണ്. അതിപ്പോൾ പരിഹരിച്ചിട്ടായാലും വേണ്ടില്ല, അർത്ഥം ആലോചിക്കാണ്ടായാലും വേണ്ടില്ല, അർത്ഥം ആലോചിച്ചിട്ടായാലും വേണ്ടില്ല. ഇപ്പോൾ ആ ഹോമം നടത്തിയ സമയത്ത് ഓം നമഃശിവായ എന്ന് ചൊല്ലിയപ്പോൾ നടരാജ വിഗ്രഹം അന്തരീക്ഷത്തിൽ ഉയർന്നു എന്നൊക്കെ ചിലർ പറയണു. അതിൻ്റെ ഫോട്ടോ തെളിവൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ ഈ നാമത്തിന് അത്രയധികം ശക്തിയുണ്ട്. 2 നേരം നമ്മൾ വീട്ടിൽ കുറച്ച് നാമം ചൊല്ലിയാൽ വേദമൊന്നും പിന്നെ ആവശ്യമേ ഇല്ല എന്നാണ് പറയണം. നമഃശിവായ ചൊല്ലിയാൽ തന്നെ വേദ തുല്യമാണത്രേ അത്. ഇത്ര പ്രാധാന്യം പണ്ട് അതിന് വെച്ചത് അതാണ്. എന്ത് തിരക്കുണ്ടെങ്കിലും കുളിച്ചില്ലെങ്കിലും വേണ്ടില്ല സന്ധ്യയ്ക്ക് എന്നാണ് പറയണം. രാവിലെ കുളിച്ചാൽ മതി, സന്ധ്യയ്ക്ക് പറ്റിയെങ്കിൽ കുളിച്ചാൽ നല്ലതാണ്. അല്ലെങ്കിലോ കയ്യും കാലും കഴുകി ഭസ്മം ധരിച്ചിട്ടെങ്കിലും ആ സമയത്ത് വേണം എന്നുണ്ട്. കുളിക്കാൻ നിന്നാൽ ഇടയ്ക്ക് നേരം വഴുകും, അതിനൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. ഒന്ന് വൃത്തിയാക്കി ഭസ്മം ഇട്ടിട്ട് ആ സന്ധ്യയ്ക്ക് കുറച്ച് നാമം ജപിക്കണം. അത് ദീപാരാധനയ്ക്കൊക്കെ അടച്ചാൽ നമ്മൾ പുറത്ത് ഈ നാമം ചൊല്ലിയിട്ട് വേണം തൊഴുക എന്നാണ് പറയണം. എത്രയോ അമ്പലത്തിൽ ഇപ്പോൾ ആൾക്കാരത് ചെയ്തു വരുന്നുണ്ട്. വിഷ്ണു ക്ഷേത്രാച്ച ഹരേ രാമ ഹരേ രാമ, ദേവി അണിച്ച അമ്മേ നാരായണ, ശിവനാച്ച നമഃശിവായ. അപ്പോൾ ആ നാമം ചെല്ലുമ്പോൾ വേറൊന്നും പഠിപ്പോ കാര്യങ്ങളോ മന്ത്രമോ പൂജയോ ആവശ്യമില്ല. അത് തന്നെ നമ്മുടെ മനസ്സിനെയും ഗൃഹത്തിനെയും ശുദ്ധാക്കും. അപ്പം അതാണ് ഇവിടെ ആ നാമാക്ഷരമാത്ര വൈഭവാത് പുരോപിപേതുർഭവതീയ പാർഷദ, അങ്ങയുടെ പാർഷദന്മാരായിരിക്കുന്ന 4 ആൾക്കാർ അവിടെ അങ്ങോട്ട് പ്രത്യക്ഷമായി. ചതുർഭുജ പീതപട മനോരമ, മനോരമ കാണാൻ നല്ലവർ, ഭംഗിയുള്ളവർ, മനോഹര സ്വരൂപമുള്ളവർക്കാണ് മനോരമ. മനസ്സിനെ സന്തോഷിപ്പിക്കണം മനോരമ. വീക്കിലിക്കും കൂടി ആ പേരിട്ടിരിക്കണു അല്ലേ, മനോരമ വന്നു എന്നാ ചോദിക്കുക. മനസ്സ് അതിനെ രമിപ്പിക്കുന്നതാണ് മനോരമ. അത്ര സുന്ദരമായ മഞ്ഞപ്പട്ടുടുത്ത് വിഷ്ണു പാർഷദന്മാർ മോഹന രൂപത്തിൽ അവിടെ പ്രത്യക്ഷമായി.
ഇതൊക്കെ ദുശ്ചോദ്യങ്ങൾ ചോദിക്കാട്ടോ. ഞങ്ങളിപ്പോൾ എത്ര നാരായണനാമം ചൊല്ലി, എത്ര സഹസ്രനാമം ചൊല്ലി, എന്തേ പീതപടാ മനോരമന്മാർ വരാതിരുന്നത്? പിന്നെ ഒരു നാരായണനാമാണ് ജപിച്ചാൽ വരിക. അത് ദുഷ്തർക്കമാണ്. എന്താ കാരണം ചോദിച്ചാൽ, എത്രയോ ദിക്കിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ എല്ലാവരോടും എല്ലാ രീതിയിലും ഒരേപോലെയല്ല ഒന്നിൻ്റെയും ഫലം കാണുക. ഒറ്റ വാക്കിൽ ഉത്തരം കഴിഞ്ഞു. എല്ലാവരോടും എല്ലാ രീതിയിലും ഒരേപോലെയല്ല ഒന്നിൻ്റെ ബലം കാണുക. അത് വ്യത്യാസപ്പെടും. ഒരു മരുന്ന് കഴിച്ചാൽ എല്ലാവരിലും ഒരു ബലമാണോ ഉണ്ടാവണത്? ആലോചിച്ചാൽ മതി. ചില ആൾക്കാർക്ക് ഒരു മരുന്ന് കഴിച്ചാലും അതേ രോഗമാണെങ്കിലും സൂക്കട് മാറണമുണ്ട്, മാറാണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? ആ വൈദ്യം പറയാം 2 ആഴ്ചയും കൂടിയാണ് പോട്ടെ കഷായം, എനിക്ക് മാറിയിട്ടോ. അതുകൊണ്ട് അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ ഒരേ മരുന്നാണ്, ഒരേ രോഗമാണ്. ഒരു രോഗിയിൽ എന്തുകൊണ്ട് മാറിയില്ല? അത് വൈദ്യനും കൂടി പറയാൻ പറ്റില്ല. മാറണ വരെ കഴിക്കുക, അത്രേ പറയാൻ പറ്റൂ. അപ്പോൾ എല്ലാറ്റിൻ്റെ ഫലവും എല്ലാവരിലും എല്ലാ സമയത്തും ഒരുപോലെയല്ല. മാറ്റമുണ്ട്. ഒറ്റ മരുന്നുകൊണ്ട് തൂക്കട് മാറണവരുമുണ്ട്, അനവധി കാലം കഴിച്ചിട്ട് മാറാത്തവരുമുണ്ട് ഇല്ലേ? കുറേ കഴിഞ്ഞിട്ട് മാറിയവരുണ്ട്. എന്തൊക്കെ തരത്തിലാണ് രോഗം തന്നെ വരാത്തവരില്ലേ? അവർ മഹാഭാഗ്യവാന്മാർ. അപ്പം അതുപോലെ ഒരു നാമം ജപിച്ചു, അവിടെ വിഷ്ണുപാഠകന്മാർ വന്നു. ഞാൻ എത്ര നാമം ജപിച്ചു, ഇവിടെ എന്താ വിഷ്ണുപാഠ? അങ്ങനത്തെ തർക്കത്തിന് പ്രസക്തിയില്ല. എല്ലാറ്റിൻ്റെയും ഫലം യൂണിഫോം ആയിട്ടല്ല. പ്രപഞ്ച നിയമമാണ്. പലരിലും പല രീതിയിലാണ് പല ഫലവും കാണുക. ഉദാഹരണം, ധ്രുവൻ 5 മാസം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു ഇല്ലേ? 5 മാസത്തെ തപസ്സാണ്. ഓം നമോ ഭഗവതി. പ്രചേതസ്സുകൾക്ക് 1000കണക്കിന് വർഷം എടുത്തു. ഇവിടെ പറഞ്ഞു അത് ഏതാനും ദശകങ്ങൾക്ക് മുമ്പ് പ്രചേതസ്സുകളുടെ കഥ. എന്താന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക? എല്ലാത്തിനും നമുക്ക് ഉത്തരമില്ല. പക്ഷെ ഒന്നുറപ്പാണ്, എല്ലാവരിലും ഒരേപോലെ ആവില്ല, ഒന്നും വ്യത്യാസമുണ്ട്. ഇവിടെ അത് അജാമിളൻ്റെ ആ ഒരു സമയമായി, എന്തോ അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് സംഭവിച്ചു. അതുകൊണ്ട് മറ്റുള്ളവരിലും ഫലമില്ല എന്നർത്ഥമില്ല. പക്ഷെ ഇതേപോലെ ആവണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഫലമുണ്ട്, അതുറപ്പാണ്. ആണല്ലോ നേരത്തെ പറഞ്ഞ നാരായണനാമത്തിന് മഹത്വമുണ്ട്. എല്ലാവരിലും ഒരേപോലെ ഒരേ സമയത്ത് അങ്ങനെ ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. അങ്ങനെ ആ വിഷ്ണു പാർഷദന്മാരും ഈ യമകിങ്കരന്മാരും തമ്മിലുള്ള സംഭാഷണമാണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറേ ശ്ലോകങ്ങൾ, ഇതൊരു ശ്ലോകം മാത്രമല്ല, അവർ തമ്മിലുള്ള വാദപ്രതിവാദം എന്ന് വേണമെച്ചാൽ പറയാം. യമദൂത സംവാദം. ദുരാശയസ്യാപി അവർ പറയുകയാണ്. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ ത്രീൻ. ഭയങ്കരാൻ പ്ലസ് ത്രീനാണ് കേട്ടോ. സ്ത്രീ അവിടെ ഇല്ലേ? സ്ത്രീ എന്ന വാക്ക് അവിടെ ഇല്ല. അത് പ്രത്യേകം ഓർക്കണം. സംസ്കൃതത്തിൽ ഈ ചേർച്ച വരുമ്പോൾ സ്ത്രീക സകാരം വരും. സ്ത്രീ എന്ന് വായിക്കുകയോ ചെയ്തത് സ്ത്രീയാണ് ശരി. സ്ത്രീ വായിക്കാം, കൂട്ടിച്ചേർത്ത് വായിക്കാം. പക്ഷെ സ്ത്രീ അല്ല. ഭയങ്കരാൻ പ്ലസ് സ്ത്രീൻ കൂടുമ്പോഴാണ് ഭയങ്കരാൻ സ്ത്രീൻ ആയത്. അഭിലക്ഷയൻ ബിയ പുരാമനാക്തൃതിവാസനാബലാർ ജുഹാവ നാരായണനാമകം സുതം. ദുരാശയസ്യാഭിതതത്വ നിർഗത. ദുഷ്ടനാണെങ്കിലും നാമത്തിൻ്റെ വൈഭവത്താൽ ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോ അഭിപേതുർ. പുരാ മുമ്പിൽ ആവിർഭവിച്ചു. പുരോ അഭിപേതു മുമ്പിൽ ആവിർഭവിച്ചു. ആര്? ഭവതീയ പാർഷദ, അങ്ങയുടെ ഭൃത്യന്മാർ. ഏതുപോലെ? മഞ്ഞപ്പട്ടുടുത്ത് അങ്ങയെപ്പോലെ തന്നെ ഉള്ളവർ. ഭവതീയ പാർഷദ ചതുർഭുജ പീതപട മനോരമ. എല്ലാവരുടെ മനസ്സിനെയും സന്തോഷിപ്പിക്കുന്ന സ്വരൂപത്തോടു കൂടിയുള്ള വിഷ്ണു പാർഷദന്മാർ അവിടെ അവതരിച്ചു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.